difference between general economics and managerial economics. General economics അല്ലെങ്കിൽ പ്യൂർ എക്കണോമിക്സും മാനേജർ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. Manager economics may be described as economics applied to decision making. It is a special branch of economics. If economics is the entire tree, managerial economics is a branch of it. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് മാനേജർ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇക്കണോമിക്സിനെ ഡിസിഷൻ മേക്കിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇക്കണോമിക്സിനെ ബിസിനസിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ അപ്ലൈ ചെയ്യപ്പെടുന്നതാണ് മാനേജർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതൊരു ഇക്കണോമിക്സിന്റെ പ്രത്യേക ഒരു ബ്രാഞ്ച് തന്നെയാണ്. ഇപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു മരമാണെങ്കിൽ മാനേജർ എക്കണോമിക്സ് അതിന്റെ ഒരു ശിഖരം മാത്രമാണ്. Now let us find out what are the difference between economics and managerial economics. Managerial economics ഉം economics തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇക്കണോമിക്സ് ഫോർമുലേറ്റ്സ് ലോസ്. ഇക്കണോമിക്സ് നിരവധി നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാനേജർ എക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അപ്ലൈസ് സച്ച് ലോസ് ടു ദ ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ്. ബിസിനസ്സിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആ നിയമങ്ങൾ അപ്ലൈ ചെയ്യുന്നു മാനേജർ ഇക്കണോമിക്സ്. മറ്റൊന്ന്, ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ബോത്ത് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ആസ്പെക്ട്സ്. ഇക്കണോമിക്സ് മൈക്രോ മാക്രോ ഇവയെ കുറിച്ചുള്ള തലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ മാനേജർ ഇക്കണോമിക്സ് ഡീൽസ് ലാർജ്ലി വിത്ത് മൈക്രോ ആസ്പെക്ട്സ്. എന്നാൽ മാനേജർ ഇക്കണോമിക്സ് ഏറ്റവും കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് മൈക്രോ തലങ്ങളെ കുറിച്ചാണ്. General economics deals with all theories of distribution, namely rent, wages, interest and profit. Economics-il ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട എല്ലാ തിയറിയെ കുറിച്ചും പരാമർശിക്കുന്നു. റെന്റ് ആയാലും വേജ് ആയാലും ഇൻട്രസ്റ്റ് ആയാലും പ്രോഫിറ്റ് ആയാലും അതുമായി ബന്ധപ്പെട്ട എല്ലാ തിയറികളെ കുറിച്ചും അത് പരാമർശിക്കുമ്പോൾ മാനേജർ എക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രോഫിറ്റ് തിയറി ഓൺലി. മാനേജർ എക്കണോമിക്സിൽ പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ പ്രോഫിറ്റ് തിയറിയെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. ഇക്കണോമിക്സ് ഈസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. ഇക്കണോമിക്സ് ഒരേ സമയം പോസിറ്റീവ് ആണ് അതുപോലെ നോർമേറ്റീവ് സയൻസുമാണ്. ബട്ട് മാനേജർ എക്കണോമിക്സ് ഈസ് എ നോർമേറ്റീവ് സയൻസ് ഓൺലി. കേവലം മാനേജർ എക്കണോമിക്സ് നോർമേറ്റീവ് സയൻസ് മാത്രമാണ്. ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്ട്സ്. സൈദ്ധാന്തികരമായ തലങ്ങളെയാണ് ഇക്കണോമിക്സ് കൈകാര്യം ചെയ്യുക. മാനേജർ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. എന്നാൽ മാനേജർ ഇക്കണോമിക്സ് കൈകാര്യം ചെയ്യുക അതിന്റെ പ്രായോഗിക തലങ്ങളെ കുറിച്ചാണ്. ഇക്കണോമിക്സ് സ്റ്റഡി ബോത്ത് ദ ഫേം ആൻഡ് അൻ ഇൻഡിവിജ്വൽ. ഇക്കണോമിക്സ് ഒരേ സമയം ഫേമിനെ കുറിച്ചും ഇൻഡിവിജ്വലിനെ കുറിച്ചും പഠിക്കുമ്പോൾ മാനേജർ എക്കണോമിക്സിൽ ഇറ്റ് സ്റ്റഡീസ് ഓൺലി ദ പ്രോബ്ലംസ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമാണ് മാനേജർ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇക്കണോമിക്സ് കൺസിഡേഴ്സ് ഓൺലി ദ ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇക്കണോമിക്സിൽ സാമ്പത്തിക ഘടകങ്ങളെ കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. മാനേജർ എക്കണോമിക്സ് കൺസിഡേർഡ് ബോത്ത് ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക് ഫാക്ടേഴ്സ്. എന്നാൽ ഒരു മാനേജർ എക്കണോമിക്സിൽ ഇക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ചും നോൺ ഇക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ചും അത് പരാമർശിക്കുന്നു, അത് കൈകാര്യം ചെയ്യുന്നു. ഇക്കണോമിക്സ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. ഇക്കണോമിക്സ് മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നു. മാനേജർ ഇക്കണോമിക്സ് സ്റ്റഡീസ് മാനേജീരിയൽ ബിഹേവിയർ. എന്നാൽ മാനേജർ ഇക്കണോമിക്സ് പഠിക്കുന്നത് മാനേജറുടെ ബിഹേവിയറെ കുറിച്ചാണ്. ഇക്കണോമിക്സ് ഈസ് വൈഡ് ഇൻ സ്കോപ്പ്. ഇക്കണോമിക്സിന്റെ സ്കോപ്പ് വളരെ വിശാലമാണ്. എന്നാൽ മാനേജർ ഇക്കണോമിക്സ് സ്കോപ്പ് ഈസ് ലിമിറ്റഡ്. മാനേജർ ഇക്കണോമിക്സ് സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. ഇതൊക്കെയാണ് ഇക്കണോമിക്സും മാനേജർ ഇക്കണോമിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്.